പ്രിയ വിദ്യാർത്ഥികളെ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 05 എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കുറച്ച് നല്ല പ്രോബ്ലംസുമായിട്ട് വീണ്ടും കാണാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്നില്ല. ഈ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തുടങ്ങി വെക്കാൻ പോവാണ്. ഫോഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങുന്നു. ആൻഡ് ടുഡേയ്സ് ക്ലാസ് ഈസ് ഓൾ അബൌട്ട് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു മൂവിംഗ് ചാർജ് വരുമ്പോൾ അതിന്റെ മേലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നോക്കാം. ശരി, ഇതാ ഇവിടെ എൻ്റെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ട്. ഇതിലൂടെ ഐ കറണ്ട് ഒഴുകുന്നു. ഇതിനടുത്തേക്ക് ഞാനൊരു ചാർജിനെ കൊണ്ടുവച്ചു. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അതെന്തൊന്നും സംഭവിക്കാത്ത? ഈ കറണ്ടിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡാണ് ഉള്ളത്. ഇവർക്കിടയിൽ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇതേ കണ്ടക്ടറിന്റെ അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതേ ചാർജിനെ വി വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഞാൻ എന്താ കണ്ടെന്നറിയോ? ഇങ്ങനെ പോയ ചാർജ് പോയി ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഈ ചാർജ് എന്ത് ചെയ്തു? അതിന്റെ ആക്ച്വൽ പാത്തിൽ നിന്നും ഡിഫ്ലക്ട് ചെയ്തു. ആ ചാർജ് എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ മേൽ ഒരു ഫോഴ്സ് ഉണ്ടായിട്ടുണ്ടാവണം. ഫോഴ്സോ? അതെങ്ങനെ ഉണ്ടായി? പറയാം. ഈ കറണ്ടിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മൂവിംഗ് ചാർജിന് ചുറ്റും അതേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരുപോലത്തെ രണ്ട് ഫീൽഡുകൾ അടുത്ത് വന്നു കഴിഞ്ഞാലേ റിസൾട്ട് എന്തായിരിക്കും? ഫോഴ്സ് ആയിരിക്കും. എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഇതേ കാര്യം ഒരു 20 മിനിറ്റോളം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടതാണ്. ഓക്കെ, ശരി. സോ ഒരുപോലത്തെ ഫീൽഡുകൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും? ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ആ ഫോഴ്സ് ആണ് ഈ ചാർജിന് അതിന്റെ ആക്ച്വൽ പാത്തിൽ നിന്നും ഡിഫ്ലക്ട് ചെയ്യിപ്പിച്ചത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫോഴ്സിനെ കുറിച്ചാണ്. ഈ ഫോഴ്സിന്റെ അളവ് എത്രയാണ്, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, സോ ഫോഴ്സിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഫോഴ്സ് വെക്ടർ എഫ് is equal to Q into V cross B. ഇതാണ് ഫോഴ്സിന്റെ വെക്ടർ ഫോം. ഈ ക്യൂഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോഴ്സിന്റെ ഡയറക്ഷനും കിട്ടും പ്ലസ് മാഗ്നിറ്റ്യൂഡും കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്ഷൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ വെക്ടറിന് ഒഴിവാക്കൂ, ഈ ക്യൂഷൻ ഉപയോഗിക്കൂ. F is equal to Q into V cross B. എങ്ങനെ എഴുതാം? VB sin theta, where theta is the angle between V and B. ഇതാണ് എന്ത്? ഈ ഫോഴ്സിന്റെ സ്കാലാർ ഫോം. മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കൂ. നമ്മുടെ ഡയറക്ഷൻ അവിടെ. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേറൊരു വഴി പറഞ്ഞുതരാം. ഓക്കെ, ശരി. സോ തൽക്കാലം നമുക്ക് ഇതിലെ ടേംസിനെ പരിചയപ്പെടാം. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആണ്. ഓക്കെ, ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിന്റെ വെലോസിറ്റി ആണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ചാർജ്. ഓക്കെ, ഇനി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തു കൊടുക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. തീറ്റ ഞാൻ പറഞ്ഞ പോലെ, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആംഗിൾ ആണ്. എവിടെയുള്ള ആംഗിൾ? ബിറ്റ്വീൻ V ആൻഡ് B. വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ തീറ്റയെ വെച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, Q മാറിയാലും ഫോഴ്സ് മാറും, V മാറിയാലും ഫോഴ്സ് മാറും, B മാറിയാലും ഫോഴ്സ് മാറും. ഇവരൊക്കെ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. അതിനോടൊപ്പം തന്നെ തീറ്റ മാറുമ്പോഴും ഫോഴ്സ് മാറും. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് കിടക്കുന്ന ആംഗിൾ, അതാണ് തീറ്റ. ആ തീറ്റ മാറുമ്പോഴും ഫോഴ്സ് മാറുന്നു. ഓക്കെ, സോ ഈ തീറ്റ മാറുന്നതിനനുസരിച്ച് ഫോഴ്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ 3 കേസുകളായിട്ട് നമ്മൾ പഠിക്കും. 3 കേസ്, 1, 2, 3 കേസുകൾ. അതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, 3 കേസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, തീറ്റ മാറുന്നതിനനുസരിച്ച് ഫോഴ്സ് എങ്ങനെ മാറുന്നു, മനസ്സിലായി? ശരി, എങ്കിൽ നമുക്ക് ആ കേസുകൾ പഠിക്കാം. പക്ഷേ അതിനു മുൻപ്
നമ്മൾ വിട്ട് കളഞ്ഞ ഒരാളുണ്ട്. ഈ ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തിനു വിട്ട് കളഞ്ഞു? ഡയറക്ഷൻ വിട്ട് കളഞ്ഞു. പക്ഷെ ഡയറക്ഷൻ അങ്ങനെ വിട്ട് കളയാൻ പാടില്ല. ഇല്ല, ഡയറക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഫോഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്ഷനെ കുറിച്ച് ആദ്യം പറയണം. ഓക്കെ, സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ? ചെറിയ ക്ലാസ്സിലോട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. പക്ഷേ ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ ഉപയോഗിക്കുന്നു ഒരു എളുപ്പ വഴി. നോക്കാം. റൈറ്റ് ഹാൻഡ് palm rule. Okay, instead of Fleming's left hand rule you can use this right hand palm rule. എന്തിനാ? ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, നോക്കാം. മനസ്സിലായില്ല? എക്സാമ്പിൾ നോക്കൂ. ഇങ്ങനെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് ഒരു ചാർജ് എന്ത് ചെയ്യുന്നു? v വെലോസിറ്റിയിൽ ഇങ്ങനെ പോകുന്നു. ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉപയോഗിച്ച്. റൂൾ പറഞ്ഞില്ല? ഓക്കെ, ഇതാ പറയാം. ഇതാണ് എൻ്റെ റൈറ്റ് ആം. ഓക്കെ, ശരി. ഈ തമ്പ് ഉണ്ടല്ലോ, തമ്പിന് നിങ്ങൾ എന്ത് ചെയ്യണം? വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ വയ്ക്കണം. വെലോസിറ്റി. ഈ ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഈ ഫിംഗേഴ്സ് നിങ്ങൾ എന്ത് വയ്ക്കണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ വയ്ക്കണം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ. അങ്ങനെ വയ്ക്കുമ്പോഴേ പാം ഉണ്ടല്ലോ, പാമ്പല്ല പാം. ഓക്കെ, ഈ പാമിന്റെ ഡയറക്ഷൻ ആയിരിക്കുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ. മനസ്സിലായി? ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫോഴ്സ് കണ്ടുപിടിക്കണം. ഈ ചാർജിന്റെ മേലുണ്ടാവുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? ഫിംഗേഴ്സിനെ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് വെക്കണം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാ? അങ്ങോട്ടേക്ക്. ഇനി വെലോസിറ്റി ഡയറക്ഷനിൽ തമ്പ് വെക്കണം. തമ്പ് ഇതായിരിക്കുന്ന വെലോസിറ്റി ഡയറക്ഷൻ. പാമ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇങ്ങോട്ടേക്ക് അല്ലെ? പാമ്പ് കാണുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക്. ഓക്കെ, സോ ഇതായിരിക്കുന്നത് ഫോഴ്സ്. മനസ്സിലായില്ല? എന്നാ വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. നോക്കൂ, കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക. 1 2 3 ഇതാ ഇങ്ങനെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതെങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡാ? പുറത്തേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? നേരത്തെ അതേ ചാർജ് തന്നെ v വെലോസിറ്റിയിൽ ഇങ്ങനെ കയറി പോകുന്നു. എന്ത് സംഭവിക്കും? ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? വീണ്ടും ഫിംഗേഴ്സിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടേക്കല്ലേ? സോ ഫിംഗേഴ്സിനെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടേക്ക്. ഇനി തമ്പിന് എന്ത് ചെയ്യണം? തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി മേലേക്കല്ലേ? ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? പാം എങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്? അതായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. മനസ്സിലാവുന്നുണ്ട്? ഫോഴ്സ്. ശരി, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? അങ്ങോട്ടേക്ക്. ഫോഴ്സ്. മനസ്സിലായി? റൈറ്റ് ഹാൻഡ് പാം റൂൾ ഇത് വേണ്ടാന്ന്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒഴിവാക്കാം. മനസ്സിലായി? റൈറ്റ് ഹാൻഡ് പാം റൂൾ. ശരി, ഇത് മനസ്സിലായെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കേസുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ശരി. സോ കേസ് 1, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആകുന്ന അവസ്ഥ. നമുക്കറിയാം F ഈസ് ഈക്വൽ ടു എന്താ? QVB സൈൻ തീറ്റയാണ് അല്ലേ? തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ സൈൻ തീറ്റ 0. ദിസ് ഹോൾ ടൈം ഫോഴ്സ് ഈക്വൽ ടു എന്താവും? 0 എന്ന് കിട്ടും. അതായത് ഈ കേസിൽ F എത്രയായിരിക്കും? 0 ആയിരിക്കും. ചാർജിന് മേൽ ഫോഴ്സ് ഉണ്ടായിരിക്കില്ല. അത്രേ ഉള്ളൂ. അതാണ് കേസ് 1. ഓക്കെ, കേസ് 1 കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഈസ് കേസ് 2. കേസ് 2 വെരി ഇമ്പോർട്ടൻറ്റ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്ന അവസ്ഥയാണ് കേസ് 2. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? സൈൻ 91. സോ ദിസ് വിൽ ബിക്കം QVB. ഇതായിരിക്കും ഫോഴ്സിന്റെ വാല്യൂ. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മനസ്സിലാക്കാൻ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ കുറേ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ട്. ഇങ്ങനെ കുറേ മാഗ്നറ്റിക് ഫീൽഡുകൾ. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ? അങ്ങോട്ടേക്ക് ഇൻടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇതിലേക്ക് ഒരു ചാർജ് എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് ഇങ്ങനെ കിടക്കുന്നു. ഇവർക്കിടയുള്ള ആംഗിൾ 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നു. മനസ്സിലായി? ശരി. സോ ചാർജ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കിടക്കുന്നു. എത്ര വെലോസിറ്റിയിൽ? v വെലോസിറ്റി.
ഇതൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, എന്ത് സംഭവിക്കും? ഇതിന്റെ മേലെ ഒരു ഫോഴ്സ് ഉണ്ടാവും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. ഡയറക്ഷൻ ഓഫ് റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ത് വെച്ചു? ഫിംഗേഴ്സിന് വെച്ചു. ദെൻ തമ്പിന് എന്ത് ചെയ്തു? വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ വെച്ചു. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, പാമിന്റെ ഡയറക്ഷൻ ആയിരിക്കും എന്ത്? ഫോഴ്സിന്റെ ഡയറക്ഷൻ, അതായത് മേലേക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ മേലേക്ക്. ഇവിടെ എന്ത് സംഭവിച്ചത്? ഒരു ചാർജ് ഇങ്ങനെ പോവായിരുന്നു, അപ്പൊ അതിന്റെ മേലെ എന്ത് സംഭവിച്ചു? ഒരു ഫോഴ്സ് മേലേക്ക്. ചാർജിനോട് ഫോഴ്സ് എന്ത് പറഞ്ഞു? മേലേക്ക് വാ. അപ്പൊ ചാർജ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് വരും. മനസ്സിലായി? ചാർജ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ചാർജ് എന്ത് ചെയ്തു? ഇങ്ങനെ കുറച്ച് കർവ് ചെയ്തു, ടേൺ ചെയ്തു. ഓക്കെ, ഇനി ഈ പോയിന്റ് ഇവിടെ വെലോസിറ്റി എങ്ങനെയാ? ഇങ്ങോട്ടേക്കാണ് വെലോസിറ്റി. ചാർജ് അങ്ങോട്ട് പോകാനാണ് തോന്നുന്നത്, പക്ഷെ അവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ്. വീണ്ടും അതിന്റെ മേലിൽ ഫോഴ്സ് വരുന്നു. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ഇതാ, ശ്രദ്ധിച്ചത്? നോക്കൂ. ഇപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്ക്, ഇപ്പോഴും വെലോസിറ്റി അങ്ങോട്ടേക്ക്. ഓക്കെ, വെലോസിറ്റി ഇങ്ങനെ നിൽക്കണം അല്ലേ? ഇപ്പോഴും ഇവർക്കുള്ള ആംഗിൾ നോക്കൂ, ഇപ്പോഴും 90 ആണ്. ഓക്കെ, വെലോസിറ്റി ഇങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ മാറില്ല കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, സോ ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വീണ്ടും ഫിംഗേഴ്സിനെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ വെച്ചു. ദെൻ തമ്പിനെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്ക് അല്ലേ? ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. അതായത് ഈ ചാർജ് ഇങ്ങനെ പോവായിരുന്നു, അപ്പൊ ഫോഴ്സ് എന്ത് പറഞ്ഞു? അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വായോ. ഈ ചാർജ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കർവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ പോയിന്റ് നോക്കൂ, ഈ ചാർജിന് അങ്ങോട്ട് പോകാനാണ് തോന്നുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പോഴും ഫോഴ്സ് ഉണ്ട്. ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ ഫിംഗേഴ്സ് വെച്ചു. ദെൻ തമ്പ് വെലോസിറ്റി ഡയറക്ഷനിൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വാ. ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. ചാർജ് എന്ത് ചെയ്യുന്നു? അതെ, ഇങ്ങോട്ട് പോവാണ്ട് ചാർജ് എന്ത് ചെയ്യുന്നു? ഫോഴ്സ് പിടിച്ച് വലിക്കാനുണ്ട, വീണ്ടും ഇങ്ങോട്ടേക്ക് ടിൽറ്റ് ആവുന്നു. ഓക്കെ, അതായത് വീണ്ടും ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്തു, അതുപോലെ വീണ്ടും ഇങ്ങനെ ടിൽറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് വിൽ ബിക്കം എ സർക്കുലർ പാത്ത്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായി? മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ കടന്നോളൂ, ഇങ്ങനെയല്ല കടന്നതാ. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. എപ്പോഴാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുമ്പോൾ. എന്താ സംഭവം? സർക്കുലർ മോഷൻ. സോ കേസ് 2 ചാർജ് പാർട്ടിക്കിളിന്റെ മേലെ എങ്ങനെയാണ് ഫോഴ്സ്? സർക്കുലർ മോഷൻ. ഓക്കെ, ഫോഴ്സ് മൂലം ബോഡി എന്താവും? സർക്കുലർ മോഷൻ ഉണ്ടാവുന്നു. മനസ്സിലായി? ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ഡെറിവേഷൻ, ഒരു കുഞ്ഞ് ഡെറിവേഷൻ. ഓക്കെ, കുറച്ച് കുഞ്ഞു ഇൻഫോർമേഷൻസ് ഉണ്ട്. കുറച്ച് ഇൻഫോർമേഷൻ നമുക്ക് ഇന്ന് കളക്ട് ചെയ്യാം ഈ ഒരു കേസിൽ നിന്ന്. ഓക്കെ, സർക്കുലർ മോഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, കേസൊക്കെ മനസ്സിലായി? ശരി. സോ ലോകത്ത് എവിടെ സർക്കുലർ മോഷൻ നടക്കണമെങ്കിലും ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിന്റെ പേര് സെൻട്രിപെറ്റൽ ഫോഴ്സ്, FC എന്ന് എഴുതാം. ഓക്കെ, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കല്ലിന് ഞാൻ എന്ത് ചെയ്തു? നൂലിൽ കെട്ടിയിട്ട് അതിനെ പിടിച്ച് കറക്കുകയാണ്. ഓക്കെ, കല്ലെന്ത് ചെയ്യുന്നു? ജും ഇങ്ങനെ കറങ്ങും അല്ലേ? ഈ കല്ലിന് ആരാ കറക്കണത്? ഞാനാ കറക്കണത്. എവിടെ നിന്നാ കറക്കണത്? സെൻട്രിൽ നിന്നാ കറക്കണത്. ഇവിടെ ഞാൻ കൊടുത്ത ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിന്റെ പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഞാൻ ഈ ഫോഴ്സ് കൊടുക്കുന്നത് എന്തിന്റെ ഫോമിലാണെന്നറിയോ? ഈ കല്ലും ഞാനുമായിട്ട് എന്തുണ്ട്? ഒരു വയറുണ്ട്. ഈ ടെൻഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് വരെയാണ്. ടെൻഷൻ വഴിയാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്? ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. നിങ്ങളിപ്പോ സോളാർ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ സണ്ണിന് ചുറ്റും എർത്ത് കിടന്ന് കറങ്ങുന്നു. കറങ്ങാൻ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. എർത്തിന് ഈ ഫോഴ്സ് ആര് കൊടുത്തു? സണ്ണ് കൊടുത്തു, സെൻട്രൽ നിന്നുകൊണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ രൂപത്തിൽ. അതുപോലെ ഇവിടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് സർക്കുലർ മോഷനിൽ കറങ്ങണമെങ്കിൽ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇവിടെ ആ ഫോഴ്സ് ആര് കൊടുത്തു? മാഗ്നറ്റിക് ഫോഴ്സ് കൊടുത്തു. മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സിന്റെ കൃത്യമായിട്ടുള്ള പേരാണത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, മനസ്സിലായി? സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്? mv²/r. ജനറൽ ഫോം ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, ഇവിടെ കാര്യം കൊടുത്തു ഈക്വൽ ടു qvb. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇങ്ങനെ സർക്കുലർ മോഷനിൽ ചാർജ് പോകുമ്പോൾ
ഈ ഒരു കവർ ചെയ്യുന്ന റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആറിനെ അങ്ങോട്ടേക്ക് എടുക്കൂ. സോ ആർ ഈസ് ഈക്വൽ ടു ഒരു വി ക്യാൻസൽസ്. സോ എം വി ബൈ ക്യൂ ബി. ആറിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. യെസ് ഓർ നോ? യെസ്, അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ആർ ഈസ് ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി. ഓക്കെ, സോ ആറിനൊരു ഇക്വേഷൻ കിട്ടി. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, സോ ഇനി ഇതിന് ഒരു ഇക്വേഷൻ കൂടെ ഡെറൈവ് ചെയ്യാനായിട്ടുണ്ട്. അത് ടൈം പീരീഡ് എന്നുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരു കംപ്ലീറ്റ് സർക്കുലർ മോഷൻ മീൻസ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 2πr ബൈ distance by velocity. Okay, so distance by velocity 2πr by v. Okay, so ഇവിടെ നമുക്ക് r ന്റെ വാല്യൂ അറിയാം. r ന്റെ വാല്യൂ എന്താ? 2π multiplied by r ന്റെ വാല്യൂ എന്താ? mv by qb. പിന്നെ ഒരു v ഉണ്ട് into v cancels. So time period comes to be 2πm by qb. എവിടെ എഴുതും ഞാൻ? The t is equal to 2πm by qb. Very important. Radius equation very important. മനസ്സിലായി? റേഡിയസ് ടൈം പീരീഡ് ഇങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, ശരി. അപ്പോൾ കേസ് 2 പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനത്തെ കേസ് ഇനി നോക്കാം. കേസ് 3. ഓക്കെ, തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 90. ഓക്കെ, വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ തീറ്റ 90യേക്കാളും കുറവാണ്, പക്ഷെ 0നേക്കാളും കൂടുതലാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ. അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, ചാർജ് ഇങ്ങനെ കയറുന്നു, അതിൻ്റെ വെലോസിറ്റി ഇതുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഇങ്ങനെ. സോ ഇതിൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഡയറക്റ്റായിട്ട് തീറ്റയുടെ വാല്യൂ ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇതായിരിക്കും ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ചെറിയൊരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു വെലോസിറ്റിനെ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു രണ്ടെണ്ണം ആക്കിയിട്ട്. ഓക്കെ, സോ തീറ്റയോട് അടുത്ത് കിടക്കുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് വി കോസ് തീറ്റ ആയിരിക്കും. ഇപ്പുറത്ത് കിടക്കുന്ന എന്തായിരിക്കും? വി സൈൻ തീറ്റ ആയിരിക്കും. ഇതെന്താ വി സൈൻ കോസ് തീറ്റ, വി സൈൻ തീറ്റ? ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്ത്? ഇത്. ഓക്കെ, വെക്ടർ സൊല്യൂഷൻ നടത്തിയ നമ്മൾ. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വി സൈൻ തീറ്റ ഉണ്ടല്ലോ, വി സൈൻ തീറ്റ അത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആവുകയാണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ബോഡി എന്ത് ചെയ്യണം? സർക്കുലർ മോഷനിലൂടെ പോകണം അല്ലേ? ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ബോഡി എന്ത് ചെയ്യണം? സർക്കുലർ മോഷനിലൂടെ പോകണം. ഓക്കെ, പക്ഷെ അതേ സമയം തന്നെ ഈ വെലോസിറ്റിയുടെ വി കോസ് തീറ്റ എന്ത് ചെയ്യുന്നു? ഇതേ ചാർജിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു. ചാർജ് എന്ത് ചെയ്യുന്നു? സർക്കുലർ മോഷനിൽ പോവാണ് ഈ കമ്പോണന്റ് മൂലം. അപ്പൊ ഈ കമ്പോണന്റ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുന്നു. സോ ചാർജ് അങ്ങോട്ടേക്ക് പോകുന്നു. അതായത് ഈ ഒരു കേസിൽ ചാർജ് എന്ത് ചെയ്യുന്നു? സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, സോ ഈ ഒരു കോമ്പിനേഷൻ സർക്കുലർ മോഷന്റെയും ട്രാൻസ്ലേഷണൽ മോഷൻ, അങ്ങോട്ടേക്ക് പോണില്ലേ, രണ്ടിന്റെയും കോമ്പിനേഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹെലിക്കൽ മോഷൻ. ഓക്കെ, ഇത് കോമ്പിനേഷൻ ഓഫ് സർക്കുലർ മോഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ മോഷൻ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടൈമും കൂടെ ഉണ്ട്. അത് പിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ടൈമാണ്. ഓക്കെ, പിച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു സർക്കുലർ ലൂപ്പ് കഴിഞ്ഞു, അടുത്ത സർക്കുലർ ലൂപ്പ് തുടങ്ങുന്നില്ലേ? സോ ഈ രണ്ട് സർക്കിളുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് എന്ത്? പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഈ രണ്ട് സർക്കിളുകൾക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ്, അതാണ് പിച്ച്. ഓക്കെ, സോ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, സോ അങ്ങോട്ടേക്ക് പോണ വെലോസിറ്റി എന്താ? കോൺസ്റ്റന്റ് വെലോസിറ്റി വി കോസ് തീറ്റ. സോ പിച്ച് ഈക്വൽ ടു വി കോസ് തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനുള്ള സമയം എത്രയാ? ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയണതും ചാർജ് എന്ത് ചെയ്തു? അടുത്ത സർക്കിളിന്റെ അവിടേക്ക് എത്തി. സോ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയണ സമയമാണ് എന്ത്? ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ടൈം. ആ സമയത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ടൈം പീരീഡ്, അതായത് 2π QB/2πm. ഓക്കെ, സോ ഇതാണ് എന്ത്? പിച്ചിനുള്ള ഇക്വേഷൻ. പിച്ച് ഈക്വൽ ടു വി കോസ് തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ QB/2πm. QB/2πm എന്താണെന്ന് മനസ്സിലായി? ടൈം പീരീഡ് ആയിരുന്നു. T ഈക്വൽ ടു QB/2πm. മനസ്സിലായി? സോ
മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവിങ് ചാർജ് വരുമ്പോൾ ചാർജിന് എന്തൊക്കെ പറ്റുമെന്ന് മനസ്സിലായെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഫോഴ്സിനെ കുറിച്ചുള്ള അടുത്ത ഡിസ്കഷൻസുമായിട്ട് വീണ്ടും കാണാം.